ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ടെസ്റ്റ് കഴിഞ്ഞതോടെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്കെതിരെ ആരാധകർ പോലും രംഗത്തെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം അത്രമാത്രം ദയനീയമായ പ്രകടനമായിരുന്നു താരം കാഴ്ചവെച്ചത്. താരത്തിന്റെ ക്യാപ്റ്റൻസിയെ വിമർശിച്ചും ഒരുപാട് പേർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ രണ്ടാം ടെസ്റ്റിൽ ഓപ്പണർ റോളിലായിരുന്നില്ല രോഹിത് കളിക്കളത്തിൽ ഇറങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ടെസ്റ്റിൽ താരത്തെ ഓപ്പണർ ആക്കണമെന്നും എങ്കിൽ മാത്രമേ താരത്തിന് തന്റെ മികവിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നും രവി ശാസ്ത്രി ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെട്ടിരുന്നു. അഡ്ലേഡ് ടെസ്റ്റിൽ കമന്ററി പറയുന്നതിനിടെയായിരുന്നു രോഹിത് ശർമ്മ ഓപ്പണിംഗിലേക്ക് മടങ്ങിയെത്തണമെന്ന് രവി ശാസ്ത്രി അഭിപ്രായപ്പെട്ടത്. രോഹിത്തിനെ വീണ്ടും ഓപ്പണിംഗിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ ശാസ്ത്രി പാറ്റ് കമ്മിൻസിനെ പോലെ ടീമിനെ മുന്നിൽ നിന്ന് രോഹിത് നയിക്കുമെന്നും പറഞ്ഞു. ഓപ്പണിംഗിലാണ് രോഹിത്തിന് നന്നായി തിളങ്ങാൻ കഴിയുക എന്നും ഇതിനൊപ്പം രവി ശാസ്ത്രി വ്യക്തമാക്കി. എന്നാൽ രോഹിത്തിനെ ഓപ്പണിംഗിൽ ഇറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു മുൻ ഇന്ത്യൻ താരം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മുൻ ഇന്ത്യൻ താരം ദൊഡ്ഡ ഗണേഷ് ആണ് ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ ഓപ്പണർ ആക്കുന്നതിനെതിരെ രംഗത്തെത്തിയത്. ഡിസംബർ 14 ആരംഭിക്കുന്ന ഗാംബ ടെസ്റ്റിൽ രോഹിത് ഇന്ത്യൻ ഇന്നിംഗ്സിൽ ഓപ്പൺ ചെയ്താൽ അറവുശാലയിലേക്ക് ആട്ടിൻകുട്ടിയെ പറഞ്ഞയക്കുന്നത് പോലെയാകുമെന്നാണ് ഗണേഷ് പറയുന്നത്. ഗാബയിൽ KL രാഹുലിനെ മാറ്റി രോഹിത്തിനെ ഓപ്പണിംഗിലേക്ക് തിരിച്ചെത്തിക്കണമെന്ന് രവി ശാസ്ത്രിയും സുനിൽ ഗവാസ്കറും അടക്കമുള്ള മുൻ താരങ്ങൾ നിർദ്ദേശിച്ച സാഹചര്യത്തിലാണ് ദൊഡ്ഡ ഗണേഷ് അഭിപ്രായവുമായി രംഗത്തെത്തിയത്. രോഹിത് ശർമ്മയ്ക്ക് ഇപ്പോൾ ആത്മവിശ്വാസവും റൺസും കുറവാണ്. ഗാബയിൽ അദ്ദേഹത്തെ ഓപ്പണിങ്ങിന് ഇറക്കണമെന്ന് ചില വിദഗ്ധർ പറയുന്നത് കേട്ടു. അവർ ഭൂലോക വിഡ്ഢിത്തമാണ് പറയുന്നത്. ബാറ്റ് വീശി കുറച്ചു മാത്രം റൺസ് എടുക്കാൻ ഉപഭൂഖണ്ഡത്തിൽ നടക്കുന്ന പരമ്പരയല്ല ഇപ്പോൾ രോഹിത് കളിക്കുന്നത്. ഗാംബയിൽ രോഹിത്തിനെ ഓപ്പണിങ്ങിന് ഇറക്കിയാൽ അറവുശാലയിലേക്ക് ആട്ടിൻകുട്ടിയെ നയിക്കുന്ന പോലെയാകും എന്ന് ദൊഡ്ഡെ ഗണേഷ് എക്സിൽ പറഞ്ഞു. നിലവിൽ യശസ്വി ജയ്സ്വാളും KL രാഹുലുമാണ് ഇന്ത്യയുടെ ഓപ്പണർമാർ. പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ രോഹിത്തിന്റെ അഭാവത്തിലാണ് KL രാഹുൽ ഓപ്പണിംഗിലെത്തുന്നത്. ഒന്നാം ടെസ്റ്റിൽ രാഹുൽ നിർണായക പ്രകടനം കാഴ്ചവെച്ചതിന് പിന്നാലെ രോഹിത് രണ്ടാം ടെസ്റ്റിൽ തന്റെ സ്ഥാനം വിട്ടുകൊടുത്ത് മധ്യനിരയിലേക്ക് ഇറങ്ങുകയായിരുന്നു. എന്നാൽ പെർത്തിൽ കാഴ്ചവെച്ച റെക്കോർഡ് പ്രകടനം അഡ്ലേഡിൽ ആവർത്തിക്കാൻ രാഹുലിനും ജയ്സ്വാളിനും സാധിച്ചില്ല. ഇതോടെയാണ് രോഹിത്തിനെ ഓപ്പണിംഗിലേക്ക് തിരിച്ചെത്തിക്കണമെന്ന ആവശ്യം ഉയർന്നത്. എന്നാൽ സമീപകാല ടെസ്റ്റിൽ ബാറ്റർ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും വളരെ മോശം പ്രകടനമാണ് രോഹിത് ശർമ്മ കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ 6 ടെസ്റ്റുകളിൽ നിന്ന് 11.83 ശരാശരിയിൽ 142 റൺസ് മാത്രമാണ് രോഹിത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ 10 വിക്കറ്റിന്റെ കൂറ്റൻ പരാജയം വഴങ്ങിയ അഡ്ലേഡ് ടെസ്റ്റിലും രോഹിത് നിരാശപ്പെടുത്തുന്നത് തുടർന്നിരുന്നു. അഡ്ലേഡിലെ പിങ്ക് ബോൾ ടെസ്റ്റിൽ 6ാമനായി ഇറങ്ങിയ രോഹിത്തിന് ഒന്നാം ഇന്നിംഗ്സിൽ 3ഉം രണ്ടാം ഇന്നിംഗ്സിൽ 6 റൺസുമാണ് നേടാനായത്.